ഇന്ന് ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അത് ഇൻസ്പിറേഷനല്ലായിരിക്കും. അതായത് എൻ്റെ ഏറ്റവും ഇളയ മോള് ജിയ. അവളിപ്പം നഴ്സറിയിൽ നിന്ന് പ്രൈമറി സ്കൂളിലോട്ട് പോയി. അപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്, ഇവിടുത്തെ പ്രൈമറി 1-ലാണ്. അപ്പം അവൾ വേറൊരു സ്കൂളിൽ നിന്ന് പുതിയൊരു സ്കൂളിലേക്കാണ് പോയത്. അപ്പോൾ ഈ പുതിയ സ്കൂളിൽ പോയപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ആദ്യത്തെ 1-2 ദിവസം. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരി നല്ല ചിരിച്ച് നല്ല സന്തോഷമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പം ഏകദേശം 2-3 ആഴ്ചയായി സ്കൂൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴും അവിടെ ഒരു കൊച്ചു വരുന്നത് ഭയങ്കര കരച്ചിലും, എന്നാൽ വൈകിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ അവരുടെ ചേഞ്ചസ് ഞാൻ പഠിക്കും. അവർക്ക് പോലും നമ്മളെ ഒത്തിരി പഠിപ്പിക്കാനുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഇപ്പം ഇന്നലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ഫാദറിൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ സംസാരിക്കാനിട വന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളും ഇതുപോലെ കരച്ചിലായിരുന്നു. അപ്പം അവരുടെ അമ്മയെ അത് ശ്രദ്ധിച്ചു. ജിയ ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, എന്താ കാര്യം? അപ്പം റോഷ്നിയോട് അയച്ചു. റോഷ്നി പറഞ്ഞു അപ്പൻ്റെ ട്രെയിനിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ ആ കുട്ടിയുടെ ഫാദറിനോട് സംസാരിച്ചപ്പോൾ ഫാദർ പറഞ്ഞു ചിലപ്പോൾ അവൾ വേറെ സ്കൂളിൽ നിന്ന് വന്നതിൻ്റെ ആയിരിക്കും, അവൾക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആകുന്നില്ല, സെറ്റിൽ ചെയ്യുന്നില്ല. പുള്ളി അങ്ങ് ഭയങ്കര പ്രയാസത്തിലാണ്. അപ്പോൾ അവർക്ക് 3-4 പിള്ളേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏറ്റവും ഇളയ കുട്ടിയെ അവർക്ക് ഭയങ്കര പ്രയാസമുണ്ട് അതിൽ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടി ഇതുപോലെ വേറെ സ്കൂളിൽ നിന്നാണ് വന്നത്. പുള്ളി പറഞ്ഞു അപ്പോൾ എന്തോ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മോട്ടിവേഷണൽ സെമിനാർസും ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ നടത്താറുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അവളുടെ മകളിൽ എക്സ്പെരിമെൻ്റ് ചെയ്തതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എന്നാൽ എനിക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാനപ്പോൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, രാവിലെ എണ്ണീക്കുമ്പോൾ അവളെ എണ്ണീക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. അവളെ എണ്ണീപ്പിക്കുമ്പോൾ തന്നെ അവൾക്ക് എന്തെങ്കിലും ആ ദിവസം പോസിറ്റീവായിട്ടൊരു എക്സ്പെക്റ്റേഷൻ, ആ സ്കൂളിൽ എല്ലാം ഫണ്ണുമായിട്ട് എല്ലാം ഭയങ്കര സന്തോഷം, എന്തുള്ള എക്സൈറ്റ്മെൻ്റ് ഉള്ള എന്തെങ്കിലും ഒരു കാര്യമായിട്ട് അന്നത്തെ ദിവസം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അവളോട് പറയാം. അത് നമ്മൾ കള്ളം പറയാമല്ല, ഉള്ള സംഭവങ്ങളായിരിക്കും. ചിലപ്പം നിസ്സാരം, ചിലപ്പം അന്നുള്ള ലഞ്ചിൻ്റെ കാര്യമായിരിക്കും, ചിലപ്പോൾ അന്നുള്ള ഗെയിംസിൻ്റെ കാര്യമായിരിക്കും, ചിലപ്പം അവിടെ കമ്പ്യൂട്ടർ ഗെയിംസോ അങ്ങനെ പല എഡ്യൂറ്റെയിൻമെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് അവളുടെ മനസ്സിൽ അത് പറയാം. അപ്പം നമ്മളും അത് എക്സൈറ്റ്മെൻറ്റ് കാണിക്കണം. അപ്പം ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ കുഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് വന്നേക്കും. ഫാദറാണേലും ആ പുള്ളിയുടെ മുഖത്ത് നല്ല സന്തോഷം. പുള്ളി ദാറ്റ് വർക്ക്ഡ്, ഇറ്റ്സ് ജസ്റ്റ് മാജിക്, ഇറ്റ് വർക്ക്ഡ്. ഞാനിത് പറയാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെയും ലൈഫിൽ ഒരു ട്രാൻസിഷൻസ് ഉണ്ടാകുമ്പോഴാണ് ഈ കുഞ്ഞ് കരയുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലും ചിലപ്പോഴെങ്കിലും ഒന്ന് അരച്ച് നിൽക്കാറില്ലേ? ഒരു പേടിയും, ഒരു പുതിയ എൻവയൺമെൻറ്റിലേക്ക് പോകുന്നു, അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുപെടുന്നു. ശരിക്കും വളർന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെയാണ് കുഞ്ഞും അപ്പനും. രാവിലെ എണീക്കുമ്പോൾ ആ ദിവസം എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ എക്സൈറ്റഡായിട്ട് താങ്ക്ഫുള്ളായിട്ട് എണീക്കുക. വേറൊരു കാര്യം ഞാൻ ആ പുള്ളിയോട് പറഞ്ഞത്, ഇപ്പം ജിയ അവൾ മൺഡേ മോർണിംഗ് രാവിലെ എണീക്കുന്നത് പാട്ട് പാടിക്കണം. മൺഡേ ഈസ് എ കൂൾ ഡേ. അവളുണ്ടാക്കിയ പാട്ടാണ്. മൺഡേ ഈസ് എ വെരി കൂൾ ഡേ. ഈ അഡൾട്ട്സിന് പോലും മൺഡേ മോർണിംഗ് പ്രയാസമാണ്. അപ്പം അവളോട് ഞാൻ പറഞ്ഞു എങ്ങനെ മോളുടെ ഹാപ്പിനെസ്സിൻ്റെ സീക്രട്ട് എന്തോ ഞാൻ ഇടയ്ക്ക് ചോദിക്കും. അത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഹാപ്പി തിങ്സാണ് എല്ലാം ഉണ്ടാകുന്നത്. ഐ എക്സ്പീരിയൻസ് മോർ ഹാപ്പിനെസ്, ഐ ഫൈൻഡ് മോർ ഫ്രണ്ട്സ്. എനിക്ക് ഒത്തിരി ആ ദിവസം ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നോട് അച്ഛ പറഞ്ഞു തന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടാലോ. താങ്ക് യു.